എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന? അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഇന്നലത്തെ കുറച്ച് ദോശമാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ ചുട്ടെടുത്ത് അത് കുറച്ചേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് കുറച്ച് അപ്പം കൂടെ ഉണ്ടാക്കിയെടുത്ത് കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിത് ഞായറാഴ്ചത്തെ വിശേഷമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് പച്ചക്കറികളൊക്കെ തന്നെയാണ്, മീനൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മോൻ പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ ചേർക്കേണ്ടതൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ നാളെ മോന് ചോറ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പനീർ ചില്ലി ഉണ്ടാക്കി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐറ്റംസ് വാങ്ങിയ കൂട്ടത്തിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം ഇതിന് ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, പിന്നെ ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ സവോള എല്ലാം ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 കിലോ ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മോനത് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുത്തിട്ട് കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വറുക്കുന്നില്ല, അല്ലാതെ തന്നെ നേരിട്ട് ഇട്ടിട്ട് കറി വയ്ക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇവിടെ ക്യാപ്സിക്കം ത്തിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് ചേർത്തതാണ്. എപ്പോഴും ഒന്നും ചേർക്കാറില്ല, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഷ്ണത്തിൽ എല്ലാം ഒന്ന് പിടിക്കണം, മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പീച്ചിങ്ങ പൊളിച്ചതും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അത് ഇവിടെ മക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചോറ് കഴിക്കാനൊക്കെ സമയമൊക്കെ ആയി. പിന്നെ ഞാൻ ചോറും കറികളൊക്കെ എടുത്ത് ഞങ്ങൾ ടേബിളിൽ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഞായറാഴ്ച ദിവസമാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. മോൾക്ക് ശനിയാഴ്ചയും പോകണം ക്ലാസ്സിന്, ഞായറാഴ്ച മാത്രമേ മോളുണ്ടാവുള്ളൂ. പിന്നെ മിക്ക ദിവസങ്ങളിൽ ഞാനും അനുക്കുട്ടിയും മാത്രമേ ഉണ്ടാകാറുള്ളൂ. മോനും പോകും ജോലിക്ക്. അങ്ങനെ ഊണ് കഴിക്കുന്നതിനിടക്ക് ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും ഈ ടേബിൾ തന്നെയാണ് നല്ലത്. അവിടെ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ചിക്കൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാറുള്ള വേസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് കൊടുക്കാനായിട്ട് ഇവിടെ ഞാൻ ഒരാളിനെ പുറത്ത് നോക്കും. നമ്മുടെ ഗേറ്റിൻ്റെ ഒരാൾ എപ്പോഴും കിടക്കാറുള്ളതാണേ. തെക്കേ വീട്ടിലൊക്കെ അവൾ ഉച്ചയ്ക്ക് എപ്പോഴും പോകണമാണ്. ഉഷയെന്നാണ് പേര് കേട്ടോ, ഉഷക്കുട്ടിയെന്ന് ഞങ്ങൾ വിളിക്കണം. ഉഷയെന്ന് വിളിക്കുമ്പോൾ വാലാട്ടിക്കൊണ്ട് വരും. അപ്പം ഞാൻ അവിടെ ഇങ്ങ് നോക്കിയിട്ട് ഇന്ന് കാണുന്നേ ഇല്ല. അപ്പോൾ ചിക്കനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ആ റോഡ് സൈഡിൽ വടക്കോട്ടും തെക്കോട്ടും ഒക്കെ നോക്കി എന്നിട്ടൊന്നും അവളെ കാണുന്നില്ല. അപ്പം ഞാൻ തെക്കേ വീടിനടുത്ത് നോക്കി ചെന്ന് അവിടെയും ഇല്ല. അപ്പം ഞാൻ ഓർത്ത് അന്നേ വെച്ചേക്കാം, കുറച്ച് കഴിയുമ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പം ചെറിയൊരു മഴക്കാറ് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് തുണികൾ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് എടുക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ പരിസരം ഒന്ന് വീക്ഷിക്കാനും നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കാനൊക്കെ ഉള്ള സമയം കിട്ടുന്നപ്പോഴായിരിക്കും. അങ്ങനെ അതെല്ലാം ഒന്ന് നോക്കി. പിന്നെ നമ്മുടെ പൈപ്പ് വെള്ളം വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കയറി വന്ന് പിന്നെ മക്കളും പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും ഗേറ്റിന് വെളിയിൽ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ക്ലോവിയെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ചാമ്പയ്ക്കൊക്കെ തീർന്നു കേട്ടോ. ചാമ്പയ്ക്ക എല്ലാവരും ചോദിക്കാറില്ല, ചാമ്പയ്ക്ക നല്ല ചാമ്പയ്ക്ക എന്നൊക്കെ എല്ലാവരും പറയത്തില്ല, നല്ല ടേസ്റ്റാണ്. മഴ പെയ്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് പോവുള്ളൂ. പക്ഷേ നമ്മുടെ ക്ലോവിക്ക് എന്തായാലും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പഴുത്തിട്ട് വേണം നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാനോ അച്ചാറിടാനോ ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അനുക്കുട്ടിയാണിത് കാണിച്ചത്, ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു.
അങ്ങനെ നമ്മൾ മതിലിന് പുറത്തിറങ്ങി അവിടെ നിൽക്കുമ്പോഴാണ് ഒരു പൂ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, നല്ല റോസ് കളറിലെ പൂ. അത് നമ്മുടെ ആമ്പൽപ്പൂ ഇല്ലേ, അതുപോലെയാണ് തോന്നിയത്. നല്ല റോസ് കളറുമാണ്. അങ്ങനെ തന്നെ നമുക്ക് തോന്നുള്ളൂ കണ്ടെന്നെ. അപ്പോൾ ഞാനിവിടെ നോക്കി വന്ന ആൾ തെക്കേ വീട്ടിൽ നിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ചിക്കൻ്റെ വേസ്റ്റൊക്കെ ഇരുന്നതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രായമുള്ള പട്ടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ മക്കളുടെ മക്കളൊക്കെ ഉള്ളതാണ് അവൾക്ക്. എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ്. മിക്കപ്പോഴും ഇവിടെ വാതിക്കലുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ ഇടാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇന്നിപ്പം കഴിക്കാനൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ബ്രെഡും ബട്ടറും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.